അല്ലെ നമുക്ക് ഒരു സൈഡ് അത് ഫിക്സ്ഡും ഒരു സൈഡ് അല്ലെ സ്ലൈഡിംഗ് ഡോറോ അതങ്ങനെ ചെയ്തോളാം. അപ്പൊ നമുക്ക് അത് ഇവിടെ ഒരു ചെയ്താൽ മതി. മോഡൽ വെക്കുമ്പോ ഇവിടെ എന്തെങ്കിലും ഒരു പ്ലാന്റ്സ് എന്തെങ്കിലും വെച്ച് സ്പേസ് അങ്ങനെ ആക്കാം. അതെ അത് ഫുൾ കവർ ചെയ്യണ്ട. അതായത് മീൻസ് ആ ഒരു മിഡിലായിട്ട് നിന്നാ മതി. ഒരു സൈഡ് അതിന്റെ ഈ വോളും മനസ്സിലായി. കുറച്ച് ഡെപ്ത് സ്റ്റോൺസ് പെബിൾസ് ഒക്കെ ഇടാൻ വേണ്ടിട്ടാണോ? അതെ ഓക്കെ. അപ്പൊ അതിലൊരു ബോക്സ് പോലെ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ട് അതിൽ പെബിൾസ് ഒക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിലായിട്ട് നമുക്ക് പ്ലാന്റ്സ് ഇതെല്ലാം വെക്കുന്ന അങ്ങനെയല്ലേ പോട്ടൊക്കെ അതെ വെക്കാൻ? മീൻസ് ഈ ഡെപ്ത് ഇത് മതി. ഇവിടുന്ന് താഴ്ത്തിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇനി അത് ഇതിന്റെ ഹൈറ്റിൽ അകത്ത് കുറച്ചും കൂടെ നമുക്ക് അതെ എക്സ്ട്രൂഡ് ചെയ്യണം. അതെ ഓക്കെ. ആ സ്പേസ് ഫുള്ള് വേണ്ട. അതിന്റെ ഒരു മിഡിൽ പോർഷൻ മാത്രം മതി. ഓക്കെ. ഞാനിപ്പോ ഏകദേശം ഒരു മിഡിൽ വെച്ചിട്ട് ഒരു 2 പോട്ട് വെക്കാൻ പാകത്തിനുള്ള ഒരു ഇത് മതിയില്ലേ? മതി. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഇവിടെ ഈ ഭാഗം നമുക്ക് ഫൈനലായിട്ടുണ്ട്. എന്തോ? ആ സ്റ്റെയറിന്റെ ഭാഗം ഫൈനലായിട്ടുണ്ട്. ആ സ്റ്റെയറിന്റെ എനിക്ക് അളവൊന്ന് തരണേ. അത് ഞാൻ തരാം. അതിന്റെ ആ മെഷർമെന്റ് എനിക്കൊന്ന് സെപ്പറേറ്റ് അത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. പ്ലാനിൽ തന്നേക്കുന്ന പോലെ തന്നെയാണ് ഡയമെൻഷൻ എടുത്തേക്കുന്നത്. കൂടാതെ ഞാൻ ഇതിന്റെ ഈ ഡയമെൻഷൻ ഞാൻ തരാം. അതുപോലെ നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്നതാണെങ്കിൽ ഫ്ലോട്ടിംഗ് സ്റ്റെയേഴ്സിന് ഞാൻ 11 വെച്ചിട്ടാണ് റൈസർ കൊടുത്തേക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ ഈ ഒരു പർട്ടിക്കുലർ ഗ്യാപ്പ് നമുക്ക് വേണമല്ലോ. അപ്പോൾ റൈസർ നമ്മൾ 16 ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന പോലെ 16 കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇരിക്കും ഇവിടെ. അപ്പൊ അതുകൊണ്ട് ഇത് 11 കൊടുത്തിട്ടാ ചെയ്തേക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മെറ്റൽ സ്റ്റെയർസ് ആണോ കോൺക്രീറ്റ് ആണോ? അത് അതെനിക്കൊരു ഡൗട്ടാണ്. എനിക്ക് മിക്കവാറും അത് കോൺക്രീറ്റ് തന്നെ അങ്ങനെ ചെയ്യാനുള്ള ചാൻസ് ആണ് ഉള്ളത്. അപ്പം ഫ്ലോട്ടിങ്ങിന്റെ വേണമെങ്കിൽ അപ്പോ വർക്കേഴ്സിനോടൊന്ന് ചോദിച്ചിട്ടെ. മെറ്റൽ ആണെങ്കിൽ കോൺക്രീറ്റ് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ സപ്പോർട്ട് കൊടുക്കണമല്ലോ. അപ്പൊ അത് കൊടുക്കുമ്പോൾ അത് അങ്ങനെയൊക്കെ ചെയ്യും. ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഓൾറെഡി തന്നെ അവർ സ്റ്റെയറിങ് ചെയ്യണേക്കാളും മുമ്പ് അതിനനുസരിച്ചുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള പരിപാടിയും കൂടെ നോക്കണം. അത് ഞാൻ നോക്കിക്കോളാം. അല്ലെങ്കിൽ അവിടെ അടിയിൽ ഒരു ബീം വന്നിട്ട് സിംഗിൾ ബീം വന്നിട്ട് അതിൽ തന്നെ കോൺക്രീറ്റ് കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു പിന്നെ ഇത് ഭംഗിയായിരുന്നു. പിന്നെ ഈ ബാക്കി ഭാഗം ഓക്കെയാണ്. ആ സ്റ്റെയർ ഇപ്പം കോൺക്രീറ്റിൽ വന്നാലും വലിയ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പ്ലെയിൻ ആയിട്ട് തന്നെ വന്നാലും. അതിപ്പോ ഇത്രേ ഉള്ളൂ. കൺസ്ട്രക്ഷന്റെ ടൈമിൽ അവരോട് പറയണം നമ്മള് ഫ്ലോട്ടിംഗ് ആണ്. ഓക്കെ. അപ്പൊ നമ്മുടെ സ്റ്റെയർ ഏരിയ ഓക്കെ ആണല്ലേ? ഓക്കെയാണ്. അതിനൊന്നുമില്ല. ഇത് ചേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ എന്നോട് പറഞ്ഞിരുന്നില്ലേ ഇതുപോലൊരു അത് വേണോന്ന് ചോദിക്കാൻ കാരണം അത് ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോ ഇതങ്ങ് സിമെട്രിക്കൽ ആയിട്ട് വരുമ്പോ കുറച്ചും കൂടെ ഒരു ഓൾഡ് സ്റ്റൈലിലേക്ക് അങ്ങ് പോകത്തില്ലേ എന്നൊരു. നമുക്ക് ഇവിടെ പകരം അല്ലാണ്ട് ലൈറ്റ്സ് പോലെ എന്തെങ്കിലും കൊടുത്ത് ലൈറ്റ് കൊണ്ട് കുറച്ച് അങ്ങനെ എംഫസൈസ് നിന്നാ പോരെ? ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഇവിടെ മാത്രം വേറെ എന്തെങ്കിലും ഒരു സീലിംഗ് കൊടുത്തിട്ട് ഈ ഒരു ഏരിയ നമുക്ക് കുറച്ച് എംഫസൈസ് ചെയ്യാം. ഇതല്ലെങ്കിൽ കുറച്ച് പഴയൊരു ടൈപ്പിൽ അങ്ങനെ ചെയ്യുന്ന പോലെ ആയി പോകും. ഇപ്പൊ നമുക്ക് ഇവിടെ കിച്ചണിന്റെ ആകുമ്പോ കൗണ്ടറിൽ അങ്ങനെ വരുന്നതാ. പിന്നെ ഇവിടെ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങ് തോന്നി. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാട്ടോ. ഞാൻ അവിടെ ഉദ്ദേശിച്ചത് അവിടെ ഒരു ഇതാക്കി ആ 2 റൂമും അകത്ത് നിൽക്കുന്ന രീതിയിൽ. ഇത് നമ്മള് കൺഫേം ചെയ്തില്ലായിരുന്നു കേട്ടോ, എവിടെയാണ് ഈ ഡോർ വരുന്നതെന്നുള്ളത്. ഇവിടെയാണോ എന്നുള്ളത് എനിക്ക് പ്ലാനിൽ നോക്കിയിട്ട് മനസ്സിലായില്ല. അപ്പൊ ഇത് ചോദിച്ചിട്ട് പറയാന്ന്. ഇപ്പൊ അതെങ്ങനെയാ വെച്ചേക്കുന്നത്? അങ്ങനെ തന്നെ ഞാനിവിടെ മീൻസ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവിടെ ആ കൗണ്ടർ വന്നില്ലെങ്കിൽ അല്ല കൗണ്ടറിൽ അതിനെന്താ പറയുന്നത്? നമ്മള് തേക്കുന്ന അയൺ ടേബിൾ അല്ല, നമ്മളാ ബോള് ചെയ്യുന്നത് പറഞ്ഞില്ലേ? ഇവിടെ അവിടെ അങ്ങനെ വന്നില്ലെങ്കിൽ ആ ഡോറ് അതിന്റെ അകത്തെ വ്യൂ ഒന്ന് കാണിച്ചേ.
ഏതിന്റെ അതായത് വെയിറ്റ് 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 അവിടെ ഇതിങ്ങനെ അങ്ങനെ വന്ന് ഡോർ ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ ഈ ഭാഗം ഇതുപോലെ ഇരിക്കും, ഇതുപോലെ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. കണ്ടോ, ഓക്കെ. ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇവിടെ വരും. ഡോറ് ഇപ്പുറത്തെ സൈഡിലാണ് വരികയെങ്കിൽ ഇതേപോലെ ഇരിക്കും. ഞാനപ്പോൾ രണ്ട് രീതിയിലും ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പൊ എനിക്ക് കൺഫേം പറയാഞ്ഞതുകൊണ്ട് ഇങ്ങനെ. ആ, ആ, ആ. ഡോർ അപ്പം അപ്പൊ അതിന്റെ അകത്തെ ഇതൊന്ന് കാണിച്ചു, അകത്തെ വ്യൂ, അതായത് ഈ റൂമിന്റെ അകത്ത്. ബെഡ്റൂമിന്റെ അകത്താണോ? അതെ അതെ, ഈ ഡോർ അങ്ങനെ വന്നിട്ട്. അപ്പൊ ഇത് ചെറുതായിട്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ടോ ഇങ്ങനെ. ഞാൻ എന്നാലും ഇങ്ങനെ തന്നെ വെച്ച് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഈ ഒരു വോൾ, ഏത് വോള്? ആ വോൾ. ഈ വോളോ? ഈ വോളിൽ നമുക്ക് മറ്റേ അയൺ ടേബിൾ വരുന്നില്ലേ? ഓക്കെ. ഇവിടെ എന്തെങ്കിലും ടെക്സ്ചർ കൊടുക്കണോ? ടെക്സ്ചർ വർക്കുകൾ എന്തെങ്കിലും, സിമെന്റ് ടെക്സ്ചർ അങ്ങനെ എന്തെങ്കിലും? അതൊന്ന് സൂം ഔട്ട് ചെയ്ത് കറന്റ് പൊസിഷൻ സൂം ഔട്ട് ചെയ്ത്. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. അത് രണ്ടും ഒന്നെങ്കിൽ സെയിം ആയിട്ട് കൊടുക്കണം, അല്ലേ? രണ്ട് ഡോറും ഒരേ പൊസിഷനിൽ കൊടുക്കണം, അല്ല രണ്ട് ഡോറും അകത്ത് നിൽക്കുന്ന രീതിയിൽ കൊടുക്കണം. ഏതാണ് ബെറ്റർ? എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ബെറ്റർ. ഇതാകുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇത് കിട്ടില്ലേ, ഓക്കെ. ഇങ്ങനെ വരില്ലേ. അപ്പൊ ഈ റൈറ്റ് സൈഡിൽ കൂടെ ഫസ്റ്റ് റൂമിന്റെ ഡോർ കൊടുത്തേക്കുന്ന പോലെ തന്നെ ഈ ഇവിടെയും കൊടുക്കാം. അതെ അതെ. ഇവിടെ നമുക്ക് എന്നിട്ട് ഒരു അയൺ ടേബിളും കൂടെ സെറ്റ് ചെയ്യാം. ഓക്കെ. അവിടെ വേറെ നമുക്ക് ഷെൽഫ് എന്തെങ്കിലും വേണോ? അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? അവിടെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഒരു എന്തായാലും ഒരു ബോൾ ഇവിടെ കിടക്കുകയല്ലേ, അപ്പൊ ആ ബോൾ യൂട്ടിലൈസ് ചെയ്യണ വിധത്തില് ഇപ്പൊ ഫോട്ടോ വാള് പോലെ അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും വേണോ? അതും കൺസിഡർ ചെയ്യാം. ഫോട്ടോ വാൾ പോലെ എന്തോ അതൊരു അങ്ങനെ എന്തെങ്കിലും ചെയ്യണം ആ വോളും. അപ്പൊ അതാകുമ്പോ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അതെ, ആ വോൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ. അപ്പൊ ഫോട്ടോ വാളായിട്ട് അങ്ങനെ കൊടുക്കാം. ഓക്കെ. കുറച്ച് ഫോട്ടോസ് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ലൈറ്റ്സും ഒക്കെ ആക്കിയിട്ട് ചെയ്യാം. അവിടെ ഫോട്ടോസ് വെച്ചിട്ട് നമുക്ക് മറ്റേ ഈ കോബ് ലൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഡയറക്ഷനിലേക്ക് കൊടുക്കുന്ന രീതിയിൽ കോബ് ലൈറ്റ് തന്നെയാണോ അതിന്റെ ഇതാണോ ഉദ്ദേശിച്ചത്? ട്രാക്ക് ലൈറ്റ് ആണോ ഉദ്ദേശിച്ചത്? അതന്നെ, ട്രാക്ക് ലൈറ്റ്. ഓക്കെ. അപ്പൊ ഇവിടെ ഞാൻ മുകളിലായിട്ട് അങ്ങനെ ട്രാക്ക് ലൈറ്റ് കൊടുക്കാം, എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഫോളോ ചെയ്യുന്ന വിധത്തിൽ. അതെ അതെ. സെറ്റ്. അപ്പൊ ഈ വോൾ അത്ര ഇല്ലത്, ലെഫ്റ്റ് സൈഡിലെ വോൾ അത്രയും ഇവിടെ വരെ വരും. ഇത്ര ഉണ്ടാവും. അതെന്തായാലും സ്പേസ് ഉണ്ട്, നമുക്ക് അയൺ ടേബിൾ ഒക്കെ ഇടാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഈ വോള് അത് എത്രയും കെട്ടണ്ടല്ലോ. അതെനിക്കറിയില്ല, പ്ലാനിൽ അങ്ങനെയാണ്. അത് പ്ലാൻ വെച്ചാളോട് ചോദിക്കണം. അല്ലാതെ എന്താന്നറിയോ, എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് സൈഡിലെ ഡോറ് ഇപ്പൊ നിൽക്കുന്ന പൊസിഷനിൽ തന്നെ നിർത്തിയിട്ട് ഈ വോള് നമുക്ക് അങ്ങനെ വെക്കണ്ടല്ലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെ വെക്കണ്ടല്ലോ. അതായത് ഇപ്പൊ നമുക്ക് പ്ലാനില് ഞാൻ പറയാം, ബേസ്മെന്റ് കെട്ടിയേക്കുന്നത് ആ സൈഡ് കെട്ടിയേക്കുന്നത് എനിക്ക് ഞാനിത് അടയാളപ്പെടുത്തും.